ഇന്ന് ഈ വായിട്ടല് ബ്രാൻഡ് സ്റ്റോർ എങ്ങനെയാണ് വെയർഹൗസുമായി ലിങ്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കൂടുതലായി മൾട്ടി സ്റ്റോർ അഥവാ മൾട്ടി ചെയിൻ ഫാർമസികൾക്കാണ് ഇത് ഉപയോഗപ്പെടുന്നത്. സോ ബ്രാൻഡ് സ്റ്റോർ നമ്മുടെ വെയർഹൗസായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് ആദ്യം വെയർഹൗസ് അക്കൗണ്ട് ലോഗിൻ ചെയ്ത് മോറിലെ വെയർഹൗസിലോട്ട് ക്ലിക്ക് ചെയ്യണം. ഇവിടെ ബ്രാൻഡ് സ്റ്റോറിലോട്ടാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓർക്കുക, മെയിൻ അക്കൗണ്ടിലായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ലഭ്യമാവുക. അതായത് വെയർഹൗസ് അക്കൗണ്ടിൽ മാത്രമേ നമുക്ക് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുകയുള്ളൂ. ഇവിടെ ബ്രാൻഡ് സ്റ്റോറിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ലിങ്ക് ചെയ്തിട്ടുള്ള ബ്രാഞ്ചിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. ഫാർമസിയുടെ പേര്, ഏരിയ ഡീറ്റെയിൽസ്, ഫാർമസിസ്റ്റിന്റെ പേര്, രജിസ്റ്റർ നമ്പർ, അങ്ങനെ എല്ലാം കാണാൻ സാധിക്കും. ഇവിടെ സ്റ്റോർ ലിങ്ക് ചെയ്യുന്നതിനായിട്ട് വലതുഭാഗത്ത് മുകളിലെ ലിങ്ക് ന്യൂ സ്റ്റോറിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബ്രാൻഡ് സ്റ്റോറിന്റെ രജിസ്റ്റർ മൊബൈൽ നമ്പർ ഇവിടെ ആഡ് ചെയ്തിട്ട് എൻ്റർ കൊടുക്കുക. സോ വൺസ് രജിസ്റ്റർ നമ്പർ ആഡ് ചെയ്തിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ രജിസ്റ്റർ നമ്പറിൽ ലിങ്ക് ആയിട്ടുള്ള ഫാർമസിയുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടും. ഫാർമസിസ്റ്റിന്റെ പേര്, അവിടുത്തെ അഡ്രസ്സ്, അതുപോലെ തന്നെ നമ്മൾ ഇവിടെ താഴെ റിക്വസ്റ്റ് OTP ഫോർ അറ്റാച്ച് എന്ന ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യണം. സോ വൺസ് റിക്വസ്റ്റ് OTP ഫോർ അറ്റാച്ചിലോട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് 2 OTP റിസീവ് ആകും. ഒരു OTP ചൈൽഡ് സ്റ്റോർ അഥവാ ബ്രാൻഡ് സ്റ്റോറിലോട്ടും അതുപോലെ തന്നെ ഒരു OTP നമ്മുടെ വെയർഹൗസ് അക്കൗണ്ടിലോട്ടും ലഭ്യമാകും. സോ ഈ 2 OTP ഇവിടെ വെരിഫൈ ചെയ്തിട്ട്, അതായത് അപ്ഡേറ്റ് ചെയ്തിട്ട് താഴെ നമ്മൾ വെരിഫൈ ആൻഡ് അറ്റാച്ച് എന്ന ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യണം. സോ വൺസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പെർട്ടിക്കുലർ ബ്രാൻഡ് സ്റ്റോർ നമ്മുടെ വെയർഹൗസുമായിട്ട് ലിങ്ക് ആവും. സോ ഇവിടെ നമുക്ക് വെയർഹൗസ് ഇപ്പോൾ ലിങ്ക് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും, അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇതുപോലെ തന്നെ നമുക്ക് ഡിറ്റാച്ച് ചെയ്യാനായിട്ട്, അതായത് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പെർട്ടിക്കുലർ അക്കൗണ്ടിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതായത് പെർട്ടിക്കുലർ ബ്രാൻഡ് സ്റ്റോറിന്റെ ഡീറ്റെയിൽസിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് താഴെ റിക്വസ്റ്റ് OTP ഫോർ ഡിറ്റാച്ച് എന്നൊരു ഓപ്ഷൻ കാണിക്കും. സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് 2 OTP റിസീവ് ആവും. ആ പെർട്ടിക്കുലർ OTP നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ബ്രാൻഡ് സ്റ്റോർ നമ്മുടെ വെയർഹൗസിൽ നിന്നും അൺലിങ്ക് ആയി പോകും. അതുപോലെ തന്നെ വെയർഹൗസിൽ നിന്നും നമ്മുടെ ബ്രാൻഡ് സ്റ്റോറിലോട്ട് 2 വിധത്തിലാണ് സ്റ്റോക്ക് ട്രാൻസ്ഫർ നമ്മൾ ചെയ്യുന്നത്. അതായത് ഹെഡ് ഓഫീസും ബ്രാൻഡ് സ്റ്റോറും സെയിം GST നമ്പറിലാണ് റൺ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇന്റേണൽ സ്റ്റോക്ക് ട്രാൻസ്ഫർ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഹെഡ് ഓഫീസിലും ബ്രാൻഡ് സ്റ്റോറിനും ഡിഫറെൻറ്റ് GST ആണെന്നുണ്ടെങ്കിൽ, അതായത് ഹെഡ് ഓഫീസിൽ ഒരു GSTയും നമ്മുടെ ബ്രാൻഡ് സ്റ്റോറിൽ വേറൊരു ഓണർ GST ആണ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് B2B സെയിൽസ് വഴിയാണ് ഇന്റേണൽ സ്റ്റോക്ക് ട്രാൻസ്ഫർ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും നോൺ മൂവിങ് ഐറ്റം നമ്മുടെ സ്റ്റോക്കിനകത്ത് ഉണ്ടെങ്കിൽ ഒരു ബ്രാഞ്ചിൽ നിന്നും വേറൊരു ബ്രാഞ്ചിലോട്ട് ഡിമാൻഡ് അനുസരിച്ച് റിയാലൊക്കേഷൻ അഥവാ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ മൾട്ടി ലൊക്കേഷനിൽ അവൈലബിൾ ആണ്. സോ ഇത്തരത്തിലാണ് മൾട്ടി ലൊക്കേഷൻ ഫാർമസി നമ്മുടെ ബ്രാൻഡ് സ്റ്റോറുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്.